ഇതിലോട്ടൊക്കെ ഈ ഒരു വ്യക്തി വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പം അയാൾ കാണിച്ചിട്ടുള്ള ആ ഒരു ഇത്രയും നാൾ അയാൾ പേടിച്ചതും അയാൾ ഇമോഷണലി എല്ലാ തരത്തിലും അയാൾ പേടിച്ചു മാറിയൊക്കെ ഇരുന്ന ആ ഒരു ഭയമൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ അയാൾ കംപ്ലീറ്റ്ലി അയാൾക്കുണ്ടായിരുന്ന ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ അയാൾ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ റിലീജിയസ് വൈസ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഫിനാൻസ്, അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ പോലെ ഇരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ നിങ്ങൾ ആ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നത്, ആ ഒരു കാര്യത്തിലൊക്കെ അയാൾക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു വ്യക്തി വളരെ സ്നേഹത്തോടു കൂടിയും നേരത്തെ പോലെ ബലം പിടിച്ചൊന്നും സംസാരിക്കില്ല. അയാൾ ഇപ്പോൾ കുറേ കൂടെ നിങ്ങളുടെ അടുത്ത് ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തരത്തിൽ ഉള്ള ഒരു ലെവലിലോട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു വ്യക്തി മാറിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാരൊക്കെ കാണും. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അയാൾ വളരെ ഫ്രീ ഒന്നും ആവുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പം എൻ്റെ പാരൻസ് അല്ലെങ്കിൽ ചുറ്റുമായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ എന്ത് വിചാരിക്കും, എൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ നിൻ്റെ പൊസിഷൻ, അതൊക്കെ വെച്ചിട്ട് അങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, മറ്റുള്ള എന്ത് പറയുന്നു, അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അതായത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ, അതായത് ഇയാൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നത്, അതായത് ആ പേഴ്സൺ നല്ലൊരു വ്യക്തിയാണ്, അയാൾ അങ്ങനെ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, നല്ലൊരു ഫാമിലി, അങ്ങനെയൊക്കെ ആൾക്കാരിങ്ങനെ നമ്മൾ ജനറലി നോർമലി ആൾക്കാരൊക്കെ പറയത്തില്ലേ, ആ ഒരാൾ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല, എല്ലാം വളരെ ബുദ്ധിപൂർവ്വം, അങ്ങനെ പറയുന്ന രീതിയിൽ മറ്റുള്ളവരെ അയാൾ പറ്റി അങ്ങനെയൊക്കെ പറയണം, സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾ പേടിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ചിലപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് കാസ്റ്റ് ആയിരിക്കാം, റിലീജിയൻ ആയിരിക്കാം, ഫിനാൻഷ്യലി നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത റിലേഷൻ എന്തായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇതൊക്കെ കൊണ്ട് തന്നെ അയാൾ പേടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ അയാളെ കുറ്റം പറയുമോ എന്നൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ അയാളുടെ എടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേടിയൊക്കെ അയാൾക്ക് മാറി. നേരത്തെ നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ കൂടെ തന്നെ മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തയൊക്കെയായിരുന്നു. ഇപ്പോൾ ആ ചിന്തകളൊക്കെ മാറി. ഇപ്പോൾ അയാൾ മറ്റുള്ളവർ, അതായത് ഔട്ട്സൈഡിലുള്ള ആൾക്കാരുടെ വാലിഡേഷനും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, അതൊന്നും ഇനിയിപ്പോൾ എന്നെ ബാധിക്കുന്ന കാര്യമില്ല, ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും കെയർ ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഫീലിങ്സും എൻ്റെ ഹാർട്ട് അല്ലെങ്കിൽ